നമ്മൾ കൂണ് വെച്ച് പല റെസിപ്പീസും ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ ഇനി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. മഷ്റൂം 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന മുട്ടക്കൂണാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂൺ ഇതിൽ ഉപയോഗിക്കാം. ഈ ക്വാണ്ടിറ്റിക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതിന് എരിവ് കുറവായതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കളറും കിട്ടും. പെരിഞ്ജീരകം 1/2 ടേബിൾ സ്പൂണ്, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒണിയൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ള ഒനിയനാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡ് ഒനിയൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. തക്കാളി 1 എണ്ണം, പിന്നെ കടുക്, എണ്ണ, കറിവേപ്പില. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്. നമുക്ക് ആദ്യം മഷ്റൂം മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓരോന്നും 4 ആയിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇനി ഉള്ളിയും തക്കാളിയും ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കണം. പാൻ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് പെരിഞ്ജീരകവും കുരുമുളകും ഇട്ട് കൊടുക്കണം. ഈ പെരിഞ്ജീരകവും കുരുമുളകും നല്ലപോലെ ചൂടാക്കിയെടുക്കണം. ഇതിനി മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ പൊടിച്ചെടുക്കണം. കുരുമുളകും പെരിഞ്ജീരകവും പൊടിച്ചത് ഞാനെടുത്ത് മാറ്റി വെച്ചു. ഇനിയിപ്പം നമുക്ക് കൂണ് കറി വെക്കാനുള്ളത് എന്നൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അത്യാവശ്യം മുഴുത്ത ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നല്ലപോലെ ചൂടാകുമ്പം ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർത്ത് കൊടുക്കാം. സവാളയുടെ പച്ചമണം മാറുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർക്കാം.
സവാളയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് അതിലേക്കുള്ള പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, പൊടികളെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. കരിഞ്ഞു പോകാതെ അടിയിൽ പിടിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ചെയ്യാനായിട്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറാൻ കുറച്ച് സമയമെടുക്കും. നല്ലപോലെ സമയമെടുത്ത് ഇളക്കി കൊടുക്കുക. ഇനി അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തോട്ട്. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് കൂൺ ഇതുള്ളതുപോലെ തോന്നും. പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ കൂണ് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 15-20 മിനിറ്റോളം കൂണ് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പം കൂണ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന ജീരകവും കുരുമുളകും നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെയും ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ലാസ്റ്റ് ചേർക്കുന്നത്. നമ്മുടെ അടിപൊളി പെപ്പർ മഷ്റൂം ഇതാ റെഡി ആയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.